വസ്ത്രമൊരു മാത്രമേ ക്ഷേത്രങ്ങളിൽ പോകാവൂ എന്ന ആചാരം മാറ്റണം എന്ന് ആവശ്യപ്പെടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചില ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഞാനല്ല, ഭാസ്കരൻ നായർ അജയൻ എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇത്തരത്തിലൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അത് മുഖ്യമന്ത്രിയോടുള്ള എല്ലാ ബഹുമാനവും ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ചിരിക്കുന്നത്. അത് ആ ഭാഷയിൽ വ്യക്തമാണ്. അതോടൊപ്പം ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ അവതരിപ്പിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. പോസ്റ്റ് വായിക്കാം. സഖാവ് പിണറായി വിജയൻ സാർ, വസ്ത്രമൂരി മാത്രമേ ക്ഷേത്രങ്ങളിൽ പോകാവൂ എന്ന ആചാരം മാറ്റണമെന്ന് അങ്ങയുടെ പ്രസ്താവന കണ്ടു. സത്യം പറയട്ടെ, ഞാൻ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന രണ്ടാമത്തെ ഭരണാധികാരിയാണ് അങ്ങ്. സനാതന ഹിന്ദു ധർമ്മ വിശ്വാസികളോട് അങ്ങ് കാണിക്കുന്ന സ്നേഹത്തിനും കൂടാതെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള അങ്ങയുടെ മനസ്സും ശ്ലാഘനീയമാണ്. ഇവിടുത്തെ പ്രശ്നം എന്ത് എന്നാൽ, ഹിന്ദുക്കൾ തൂണിലും തുരുമ്പിലും ദൈവത്തെ ദർശിക്കുന്നു. ചാത്തനും കുറുങ്കുട്ടിയും മുതൽ ശ്രീ പത്മനാഭസ്വാമിയും ശ്രീ ദക്ഷിണാമൂർത്തിയും വരെ സനാതന ധർമ്മികൾ ദൈവമായി ആരാധിക്കുന്നു. കൂടാതെ പലവിധ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പല സമ്പ്രദായങ്ങൾ പറയുകയാണെങ്കിൽ 100 കണക്കിന് വർഷങ്ങൾ വേണ്ടിവരും. സനാതന ധർമ്മ വിശ്വാസികൾക്ക് വേദങ്ങൾ, ഉപനിഷത്തുകൾ, ആരണ്യകങ്ങൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, അതിൻ്റെ ആഖ്യായികൾ തുടങ്ങി ലക്ഷം കോടി പുസ്തകങ്ങളുണ്ട്. ഷർട്ടിടാനോ ഇടാതെ ആരാധിക്കാനോ ഉള്ള ദൈവങ്ങൾ, എന്തിനേറെ നഗ്നമായി പോലും നമുക്ക് മോക്ഷപ്രാപ്തി നേടാൻ നിരവധി മാർഗങ്ങൾ സനാതന ധർമ്മത്തിലുണ്ട്. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങ് ഇതിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചിട്ടാണോ അഭിപ്രായം പറഞ്ഞത്? പോട്ടെ, ലളിതാ സഹസ്രനാമം എന്താണ് എന്ന് അങ്ങേക്കറിയാമോ? ഗായത്രി മന്ത്രം അതും പോട്ടെ, രാമായണത്തിലെ 10 വരികൾ, അങ്ങനെ സനാതന ധർമ്മത്തിലെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അതും പോട്ടെ എന്ന് വെക്കാം. അങ്ങ് എത്ര ദിവസം അമ്പലത്തിൽ പോയിട്ടുണ്ട്? ദേവനെ തൊഴുത് പ്രസാദം വാങ്ങി തിരുനെറ്റിയിൽ തൊട്ടിട്ടുണ്ട്? കൂടാതെ അമ്പലത്തിൽ പോയപ്പോൾ എത്ര അമ്പലങ്ങളിൽ അങ്ങേക്ക് ഉടുപ്പ് ഊരേണ്ടി വന്നിട്ടുണ്ട്? പറയണം സർ. ഏറെ ബഹുമാനത്തോടൊരു കാര്യം പറയട്ടെ സാർ, പഠിച്ചിട്ട് പോരെ വിശ്വാസികളുടെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ? ശരി, സമ്മതിച്ചു, അങ്ങ് മുഖ്യമന്ത്രിയാണ്, നവോത്ഥാനമാണ് അങ്ങയുടെ ലക്ഷ്യം. ഓക്കെ, എന്നാൽ സർ, ഇത് അമ്പലത്തിനുള്ളിൽ നടക്കുന്ന കാര്യം. അങ്ങേക്ക് ഇടപെടാൻ പറ്റിയ ചില കാര്യങ്ങൾ പറയട്ടെ സർ. ഇസ്ലാം മതത്തിലെ സ്ത്രീകളെ അവരുടെ പള്ളികളിൽ പ്രവേശിപ്പിക്കാറില്ല. കൂടാതെ സ്ത്രീകളുടെ ഭർത്താവോ മക്കളോ അച്ഛനമ്മമാരോ ആരും മരിച്ചാൽ പോലും അവർക്ക് ആ ഖബറിടം കാണാൻ നിഷിദ്ധവുമാണ്. തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. ഈ പ്രാചീന ആചാരം ആദ്യം തിരുത്തപ്പെടേണ്ടതല്ലേ സാർ? 1 മാസം പോലും പ്രായമില്ലാത്ത കുഞ്ഞു കുട്ടികളുടെ രഹസ്യഭാഗം കീറി മുറിച്ച് ചോര വീഴ്ത്തുന്നത് അങ്ങ് കാണുന്നില്ലേ? കഷ്ടമല്ലേ? കൊടിയ ബാലപീഡനമല്ലേ അത്? അതിനെതിരെ നടപടി വേണ്ടേ? അമ്പലത്തിൽ ഷർട്ടൂരുന്നത് അനാചാരമാണെന്ന് പറഞ്ഞ് അങ്ങ് കേരളത്തിലെ പ്രബുദ്ധരായ സ്ത്രീകൾ മുഖം മറച്ച് കറുത്ത വസ്ത്രം ധരിച്ച് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ പാടില്ലാതെ സ്വയം വിധിയെ നടക്കുന്നത് കണ്ടിട്ടില്ലേ? ആ സമുദായക്കാർ കേരളത്തിൽ ഇപ്പോൾ 30%-ലധികമുണ്ട്. പാവങ്ങൾ. ആ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് നവോത്ഥാനം വേണ്ടേ സർ? കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ജെൻഡർ ന്യൂട്രൽ വസ്ത്രധാരണം എന്ന് വെച്ചാൽ സ്കൂളുകളിൽ ആണിനും പെണ്ണിനും ഒരേ വസ്ത്രം കൊണ്ടുവന്നു. അത് ഈ അക്കാഡമിക് വർഷത്തിൽ നടപ്പിലാക്കിക്കൂടെ? കൂടാതെ വിദ്യാലയങ്ങളിലെ സമയം മാറ്റം, കുട്ടികൾ രാവിലെ 7 മണി മുതൽ സ്കൂളുകളിൽ വരട്ടെ, അതും കൂടി അങ്ങ് നടപ്പിലാക്കാൻ ശ്രമിച്ചുകൂടെ? വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിടണം. വർഷങ്ങളായി 2 ക്രിസ്ത്യൻ വിഭാഗങ്ങളിലെ തർക്കം സുപ്രീം കോടതി വിധി നടപ്പിലാക്കണം. പിന്നെ പിഞ്ചു കുട്ടികളെ ഇളം പ്രായത്തിൽ മതം പഠിപ്പിക്കുന്നത് നിർത്തണം. തുടങ്ങിയ 100 കണക്കിന് പ്രശ്നങ്ങളിൽ അങ്ങ് നടപ്പാക്കാതെയും അഭിപ്രായം പറയാതെയും ഇരിക്കുമ്പോൾ ഈ അമ്പലത്തിൽ ഷർട്ടൂരി ദേവനെ കാണണോ ഊരാതെ ദേവനെ കാണണോ എന്നൊക്കെ വിശ്വാസികൾ തീരുമാനിക്കുന്നതല്ലേ നല്ലത് സർ? അതൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കാനുള്ള അറിവും ബുദ്ധിയും കഴിവും സനാതന ധർമ്മ വിശ്വാസികൾക്കുണ്ട് സർ. അവരത് ചെയ്തോളും. ഏറെ ബഹുമാനമുള്ളതുകൊണ്ട് കൂടുതലായി ഒന്നും പറയുന്നില്ല. നമസ്കാരം സർ. ഇങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത്. വളരെ വ്യക്തമായ കുറേ ചോദ്യങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം ചോദിച്ചിരിക്കുകയാണ്. അതിന് താഴെ നിരവധി കമൻറ്റുകൾ അദ്ദേഹത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വരുന്നുണ്ട്. പക്ഷേ ഈ പ്രതികരണം അതെന്ത് തന്നെയോ ആയിക്കൊള്ളട്ടെ. നമുക്കറിയാം, ഒരു നാണയത്തിന് 2 വശങ്ങളെന്ന് പറയുന്നത് പോലെ പ്രതികരണം എങ്ങനെയോ ആയിക്കൊള്ളട്ടെ. പക്ഷേ ഇത് തന്നെയാണ് ശരിയായ അവസ്ഥ എന്ന് ചിലരെങ്കിലും സമ്മതിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.